കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of Jesus be glorified this morning time. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ശ്രദ്ധിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for this opportunity to meet you all in this virtual platform. ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ കുടുംബമായി കർത്താവ് ശേഷിപ്പിച്ചതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord for keeping us safe as a family and church with good health. ദൈവത്തിൻ്റെ വചനമായി പരസ്യമായി നിൽപ്പാൻ പ്രാഗൽഭ്യവും ദൈവകൃപയും അവസരം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise the Lord for this opportunity and the privilege to stand with the word of God yet again. ഈ ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. We bring you greetings those who are listening to us online. ഇന്ന് പകലത്തെ ദൈവജന ചിന്തയ്ക്കായി ഒരു ശീർഷകം, ഒരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. 39 സങ്കീർത്തനം 7-ാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു, വാട്ട് ആം ഐ വെയിറ്റിംഗ് ഫോർ, ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു. The headline or the title for today's sermon is that Psalms chapter 38 verse 7, what am I waiting for? കർത്താവിന്റെ ദാസനാകുന്ന ദാവീദ് പരിശുദ്ധാത്മ നിയോഗത്തിൽ പ്രത്യേക ഒരു അറിവ് ദൈവത്തിന് പ്രാപിച്ചെടുത്ത് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു. The servant of God David, after receiving a revelation from God, this is a question that he asked God, Lord, what am I waiting for? അതിന്റെ ഉത്തരവും താൻ അതിനകത്ത് പറയുന്നുണ്ട്. And the answer is also given there. ജാർഗം ബൈബിളിന്റെ പരിഭാഷയിൽ ഇങ്ങനെ കൊടുക്കുന്നു, ഐ ആം വെയിറ്റിംഗ് ഫോർ യു ആൻഡ് ദ ഹോപ്പ് ഗിവൺ ബൈ യു, നീ തന്ന പ്രത്യാശയിലും നിന്നിലും ഞാൻ കാത്തിരിക്കുകയാണ്. In Targum Bible the answer is like this, I wait for you and for the hope that is given by you. 38-ാം സങ്കീർത്തനത്തിന്റെ തുടർച്ചയാണ് 39-ാം സങ്കീർത്തനം എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. Psalms 39 is a continuation of Psalms 38. 38-39 അധ്യായങ്ങൾ നമ്മൾ ചേർത്ത് പഠിച്ചാൽ, If you would study them together, നാം ഇന്നായിരിക്കുന്നത് പോലെ ഏതോ ഒരു അവസ്ഥയിൽ ക്വാറന്റൈനിൽ ഈ ഭക്തനായിരിക്കുകയാണ്. and David is in the similar situation that we are today due to some plague. 38-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, Psalms 38 verse 3 we read like this, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല, there is no soundness in my flesh, എന്റെ അസ്ഥികൾ സ്വസ്ഥതയില്ലാതെയായി മാറി. and my bones have no rest. അത് കഴിഞ്ഞ് 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, Verse 5, എന്റെ ശരീരത്തിലെ വ്രണങ്ങൾ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്നു. my wounds stink, he says. 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, Verse 7, എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. my body is not sound. 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Verse 8, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. I am feeble. 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Verse 10, എന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു. my heart throbs. 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Verse 11, ഞാനൊരു ബാധയാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. and I am affected by a plague. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെല്ലാം മാറിപ്പോകുന്നു. So my friends are far away from me. എന്റെ ബന്ധുക്കൾ ചാർച്ചക്കാർ അകന്നു നിൽക്കുന്നു. My relatives stand far away from me. 39-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, In chapter 39, ഇതിന്റെ തുടർച്ചയാണ് താൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. he continues the prayer in chapter 39. 9-10 വാക്യം വായിക്കുമ്പോൾ, Verse 9 and 10, ഞാൻ വായ് തുറക്കാതെ അതുകൊണ്ട് ഊമനായിരിക്കുകയാണ്. I am mute and dumb. he was mute and silent. ഞാൻ വായ് തുറക്കാതെ മൗനമായിരിക്കുന്നു. He was mute and silent. എന്തുകൊണ്ടെന്നറിയാമോ? നീ അയച്ച ഒരു ബാധയാലാണ്. And he says the reason is because of the plague that you sent, God. സഹോദരങ്ങളെ, നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥ ഇതല്ലേ? Isn't this the same situation that we are today? ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മായിരിക്കുന്നു. We are in a pandemic situation. ദാവീദിന്റെ ഹാർട്ട് ഇടി കൂടി. Now David had, this throbbing heart. ശരീരത്തിൽ വ്രണം കൊണ്ട് നിറഞ്ഞു. His body is full of wounds. ദേഹത്തിന് സൗഖ്യമില്ല. He was not feeling good in his തന്റെ body. ചാർച്ചക്കാർ വീട്ടിൽ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാറി നിൽക്കുന്നു. His relatives, even though they wanted to come, they are far away. ഫ്രണ്ട്സുകൾ ദൂരെ മാറിപ്പോകുന്നു. His friends are so far away from him. താൻ മൗനമായിരുന്നു മ്യൂട്ടായിരുന്നു കൊണ്ട്, ദൈവമേ ഈ ബാധ നീ അയച്ചതാ, നീ ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. David sitting silent in his room praying that, Lord, remove this plague from me. ഈ പ്രതികൂല സാഹചര്യത്തിൽ, In this difficult circumstance, താൻ ദൈവത്തോട് ഒരു 3 ചോദ്യം ചോദിക്കുകയാണ്. he is asking God 3 questions. ആ ചോദ്യം 4-ാമത്തെ വാക്യത്തിലും That question is in verse 4. 5-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഉത്തരവും കൊടുത്തിരിക്കുന്നു. And the answer is in verse 5. ദൈവത്തിന്റെ സന്നിധിയിൽ താൻ ധ്യാനിച്ചിരിക്കുകയാണ്. He is meditating in the presence of the Lord. നാവ് തുറക്കാതിരിക്കുകയാണ്. He is keeping silent in the presence of the Lord. തുറന്നാൽ ഈ പ്രതികൂലത്തിൽ ശത്രു എന്റെ നാവിൽ നിന്ന് നെഗറ്റീവ് വല്ലതും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ നാവ് തുറക്കാതിരിക്കുകയാണ്.
ഇരിക്കുകയാണ്. David is staying silent so that he will not sin against God with his mouth. പ്രതികൂലത്തിന് നടുവിൽ ഭക്തൻ ദൈവത്തെ പഴിച്ചില്ല. He did not blame God even in his ഈ trouble. പാൻഡമിക് സിറ്റുവേഷൻ ആരാ കൊണ്ടുവന്നെന്ന് അവന് മനസ്സിലായി. He realized who caused this ആ plague in his ദൈവത്തോട് life. പാപക്ഷമ യോജിച്ചുകൊണ്ട് മൗനമായിരുന്ന് ദൈവത്തിൽ ധ്യാനിക്കുകയാണ്. He is sitting silent and meditating upon the word of God in that plague situation. ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന് ചൂട് പിടിക്കുന്നു. As he was meditating, he felt hot within ആ him. ധ്യാനത്തിൽ ആത്മതീകത്തെ ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. And let me explain this, in spirit, he felt a fire. നാവെടുത്ത് സംസാരിച്ചു. Started speaking out. സംസാരിച്ച 3 കാര്യം ദൈവത്തോട് He ചോദിക്കുകയാണ്. asked 3 questions to God. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, First question is, കർത്താവേ എനിക്ക് 3 കാര്യം അറിയണം. Lord, I want to know 3 things. യഹോവേ എന്റെ അവസാനം എന്നാണ് Lord, when is my end? എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ നീളം എത്രയാണ്? Lord, what is the length of my life? രണ്ടാമതാൻ ചോദിക്കുന്നത്, The second question he എന്റെ asked, ആയുസ് എന്ന് വരെയുണ്ട്, എത്രയുണ്ട്? Lord, how long is my life? മൂന്നാമത് ഞാൻ എത്ര ക്ഷണികനാന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. He is asking God, Lord, teach me the shortness of my life. ഒന്നാമത് തൻ ആത്മാവിൽ പാൻഡമിക് സിറ്റുവേഷനിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കാൻ തന്റെ ഉള്ളിൽ വന്ന 3 ക്വസ്റ്റ്യൻസ്. The 3 questions that came into his heart as he was meditating upon the word. എന്റെ ജീവിതത്തിന്റെ നീളം എത്രയാണ്? Lord, how far is the length of my എനിക്ക് life? ആയുസ് എത്രയുണ്ട്? Lord, how long is my എന്റെ life? ജീവിതം എത്ര ക്ഷണികമാണ്? ഇത് 3 എന്നോട് പറയണം. How short is my life? Teach me that. നമ്മൾ എത്രയോ പ്രാവശ്യം ബൈബിൾ വായിച്ച് ധ്യാനിച്ചിരുന്നിട്ടുണ്ട്. How many times we have meditated upon the എത്രയോ word? പ്രാവശ്യം ഉപവസിച്ച് മിണ്ടാതിരുന്നിട്ടുണ്ട്. How long we have fasted and prayed? നമ്മൾ എത്രയോ ദിവസങ്ങളായി ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. And for how many days we are sitting inside the house and praying? നമ്മൾ ആയുസ് കൂട്ടാനല്ലേ നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളൂ. We only ask God, Lord, extend the days of our കർത്താവേ life. എത്രയാണ് ആയുസ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? Have you ever asked how many days I have, ഞാൻ God? എത്ര ക്ഷണികനാണെന്നോട് പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? Have you asked God, Lord, tell me how short my എന്നാൽ lifespan is? ദാവീദിന്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയപ്പോൾ താൻ ദൈവത്തോട് ചോദിക്കുകയാണ്, But when there was a spiritual fire in David's meditation, he is എന്റെ asking ജീവിതത്തിന്റെ God, നീളം എത്രയാണെന്ന് എന്നോട് പറയണം. Lord, teach me how far is my life? ഓക്കേ, ഈ വെളിപ്പാടിൽ ദാവീദിന് 3 ഉത്തരങ്ങൾ കിട്ടി. And in this revelation, David got 3 answers. ദാവീദ് ആ 3 ഉത്തരങ്ങൾ നമ്മളോട് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു. David gives us those answers in verse 5. ദാവീദേ എത്രയാണ് നിന്റെ ജീവിതത്തിന്റെ നീളമെന്ന് അറിയാമോ? David, do you know how far is the length of your life? ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കി. He is telling that it is a handbreadth. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം 4 വിരലേ ഉള്ളൂ നീളം. So the first answer to first question is that it's only a handbreadth, a few handbreadth. എന്താ ഈ 4 വിരൽ എന്ന് പറയുന്നത്? So what is this one handbreadth? മനുഷ്യന്റെ ആയുസ് 4 ഘട്ടമായി തിരിക്കാം. Our life can be divided into 4 different areas. ഒന്ന് ബാല്യം എന്ന് പറയുന്നു. First one is childhood. 2 കൗമാരം എന്ന് പറയുന്നു. The second one is the teenage. 3 യൗവനം എന്ന് പറയുന്നു. Then the youth. 4 വാർദ്ധക്യം എന്ന് പറയുന്നു. Then elderly. ഹല്ലേലൂയ. ഈ ബാല്യം എന്ന ഭാഗം 1 മുതൽ 13 വരെയുള്ള പ്രായമായിരിക്കാം. So the childhood might be from age 1 through 13. അതിനകത്ത് നമ്മൾ അമേരിക്കക്കാർ ന്യൂ ബോൺ എന്നോ ഇൻഫൻസ് എന്നോ ടോഡ്ലർ എന്നോ പ്രീ സ്കൂൾ എന്നോ പ്രീ ടീൻ എന്നോ യങ് ടീൻ എന്നൊക്കെ ഉൾപ്പെടുത്തി 13 വരെ കൊടുക്കുന്നു. So in different countries, we divide it into many different divisions like newborn, infants, toddlers, preschoolers, pre-teens, like that. എന്നാൽ 13 മുതൽ 18 വരെ ഉള്ള പ്രായം കൗമാരമാണ്, ടീനേജ് ആണ്. But 13 through 18 is called the teenage. ടീനേജ് കഴിഞ്ഞ പിന്നെ യൗവനം 18 മുതൽ അമേരിക്കൻ കണക്കനുസരിച്ച് 32 വരെയാണ് യൗവനം. So then it is the youth or the adulthood. അത് കഴിഞ്ഞാ പിന്നെ 32 കഴിഞ്ഞാ പിന്നെ ബൈബിൾ പ്രകാരം വാർദ്ധക്യമാണ്. So once you cross certain age limit at 32, and different countries it differ, we are entering the elderly life. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിലിരിക്കും. ദാവീദോട് പറയാണ്, നിന്റെ ജീവിതത്തിന് 4 വിരൽ നീളമേ ഉള്ളൂ. And God is telling David that, David, your life is only a handbreadth. അപ്പം ദാവീദിന് മനസ്സിലായി, David realized ദാവീദ് ഈ 4-ാമത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. David is in this elderly ദാവീദ് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. the next verse David says, 5-ാമത്തെ വാക്യം 2-ാം ഭാഗം, അപ്പം എന്റെ ആയുസ് നിന്റെ മുമ്പിൽ ഇനി ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. so David realized that
that my lifetime is as nothing before you. 32 കഴിഞ്ഞവരൊക്കെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. So once you cross the age of 32, we have entered നിങ്ങൾ into നിങ്ങളുടെ the... പ്രായം ഇന്ന് പകലൊന്ന് മനസ്സിലാക്കട്ടെ. Let us realize how old we ബൈബിൾ are. പ്രകാരം ഏറിയ 80 ആണ് പ്രായമെങ്കിൽ 29,020 ദിവസമേ നമുക്കുള്ളൂ. So if the Bible says, your lifespan is, to the max of 80 years, then it is only 29,000 days. 40 ആയ മനുഷ്യർ ചിന്തിച്ചോണം, നമുക്ക് ഇനി പകുതി നാളെ ഉള്ളൂ. So like if you have entered the age of 40, we only have half of our life. 14,000 ദിവസം കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ ഇനി. So it is only 14,000 more days. അത്ര 80 ആയുസ് കിട്ടിയാൽ If we live up to 80. ദാവീദ് ചോദിക്കുകയാണ്, കർത്താവേ നിൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണ്. ദാവീദ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ നീളം 4 വിരലാണെന്ന്. So God is telling David that your life is just a few handbreadth. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം തനിക്ക് കിട്ടി. The second question was also answered. അഞ്ചാമത്തെ വാക്യം രണ്ടാമത്തെ ഭാഗം. The second portion of verse 5. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലെന്ന് മനസ്സിലായി. So all mankind stands as a mere breath. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പുള്ളിയുടെ? What was the third ഞാൻ question? എത്ര ക്ഷണികനാണെന്ന് എന്നോട് പറയണം. How short my life is. അതിന്റെ ഉത്തരം 5ന്റെ മൂന്നാമത്തെ ഭാഗം കൊടുക്കുന്നു. That is in the third portion. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. Surely all mankind stands as a mere breath. ആത്മ കണ്ണുകൊണ്ട് ആത്മാവിൽ താൻ മനസ്സിലാക്കുകയാണ്, ഞാൻ എത്ര ക്ഷണികരാണ്. So in his spiritual eyes, he is realizing that how short his life is. കെ.വി. സൈമൺ സാർ കവിത എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. Dr. K.V. Simon wrote a poem like this. 4 വിരൽ അതിൻ നീളമാണ് നമ്മുടെ ജീവിതം. So our life is just a few handbreadth. കഥ പോലെ കഴിയും ഈ മേളം. And it will just, end as a tale. നമ്മുടെ ഉടൽ ദീനത കൊണ്ടുള്ളൊരു നാളം പോലെയാണ്. Our life is full of diseases. അണുക്കൾ പാർക്കുവാനുള്ളൊരു മാളമാണ് നമ്മുടെ ശരീരം. Our life is a resting place for these worms to grow. സഹോദരങ്ങളെ, നമ്മൾ എത്ര ക്ഷണികമാണ്. How short our life is, brothers. ഷേക്സ്പിയർ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത്. Shakespeare said something like this. നമ്മുടെ ജീവിതം നടക്കുന്ന ഒരു നിഴലാണ്. Our life is a walking shadow. ഒരു കഥ പോലെ മാത്രമേ ഉള്ളൂ. It is just like a short story. ഭക്തന്മാരൊക്കെ പറഞ്ഞു, നമ്മുടെ ജീവിതം വെറും ക്ഷണികമാണ്. All the men of God realized our life is so short. ഇസ്രായേലിന്റെ മധുരഗായകനും And the sweet singer of Israel, ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ദാവീദ്, David, who plays instruments very well, സൗന്ദര്യത്തിൽ പവിഴ നിറമുള്ളവനായ ദാവീദ്, such a beautiful young man, ഇസ്രായേലിന്റെ ശ്രേഷ്ഠ രാജാവായ ദാവീദ്, the great king of Israel, David, അതിസമ്പന്നനായ ദാവീദ്, King David, who was very ലോകത്തിലെ rich, ഏറ്റവും ബുദ്ധിമാനായ മകന്റെ അപ്പനായ ദാവീദ്, the father of the wisest man in the world, ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ when he prayed in the presence of the Lord, തന്റെ ആത്മാവിൽ ധ്യാനത്തിൽ തനിക്കൊരു കാര്യം മനസ്സിലായി. he realized something in his എന്റെ meditation. ജീവിതം ഒരു താൽക്കാലികമാണ്. My life is so short. ഈ കാണുന്ന മുഴുവൻ നിഴലാണ്. It is all shadow. എന്റെ കിങ്ഡം നിഴലാണ്. My kingdom is a എന്റെ shadow. രാജ്യവും രാജാവെന്ന പദവിയും വരും താൽക്കാലികമാണ്. My kingship is very temporary. എന്റെ സൗന്ദര്യം താൽക്കാലികമാണ്. My beauty is just fleeting. എന്റെ സമ്പത്ത് താൽക്കാലികമാണ്. My riches are just fleeting. എന്റെ ആയുസ്സിന് 4 വിരൽ നീളമേ ഉള്ളൂ. My life is only a few handbreadth. പ്രിയ സഹോദരങ്ങളെ, താൽക്കാലികമാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയപ്പോൾ, When he realized that life is so temporary and short, ഞാൻ ഉറക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. this is a question that he asked so എന്റെ loud. കിങ്ഡം താൽക്കാലികമാണെങ്കിൽ, If my kingdom is temporary, എന്റെ സമ്പത്ത് താൽക്കാലികമാണെങ്കിൽ, if my riches are just പവിഴ temporary, നിറമുള്ള എന്റെ ശരീരം താൽക്കാലികമാണെങ്കിൽ, if my beauty is just fleeting, എന്റെ പണം താൽക്കാലികമാണെങ്കിൽ, if my riches are just എന്റെ nothing, മകന്റെ ബുദ്ധി താൽക്കാലികമാണെങ്കിൽ, if the wisdom my son has is temporary, ഞാൻ പിന്നെ എന്തിനായി കാത്തിരിക്കുന്നത്? Lord, then what am I waiting for? നമ്മുടെ ജീവിതം താൽക്കാലികമാണെങ്കിൽ, If our life is temporary, വേഗത്തിൽ നമ്മുടെ സൗന്ദര്യം പുഴുപോലെ അലിച്ചു പോകുമെങ്കിൽ, if our beauty will be vanished, മനുഷ്യ നീ എന്തിനായി കാത്തിരിക്കുന്നു? then man, what are you waiting for? അവിടെയാണ് ക്വസ്റ്റ്യന്റെ പ്രാധാന്യത വരുന്നത്. That is where the significance of that question comes നാം in. ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള സകലവും താൽക്കാലികമാണെന്നുള്ളൊരു ആത്മകണ്ണ് തുറന്ന് നമുക്ക് കിട്ടിയാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരും, ഞാൻ പിന്നെ എന്തിനായി കാത്തിരിക്കുന്നു? When we realize that this life and the world that we live in is just temporary, then we will come to the real question, what am I waiting for, Lord? ജ്ഞാനത്തിങ്കൽ ആത്മമണ്ഡലത്തിൽ തനിക്ക് ലഭിച്ച വെളിപ്പാട് താൻ ക്ഷണികനാണ്, ഒന്നുമില്ലെന്ന.
When he was meditating, this is a revelation that David received, that his life is so temporary. ഉടനെ ഒരു ക്വസ്റ്റ്യൻ തന്റെ ഉള്ളിനകത്ത് ഉയർന്നു വന്നു. A question came to his mind. അതിന്റെ ക്വസ്റ്റ്യന്റെ ഉത്തരവും താൻ കണ്ടെത്തി. And the answer also came. ഇത് ക്ഷണികമാണെങ്കിൽ If this is temporary, നിത്യമായി ഒന്നിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. I will wait for something eternal. അത് നീ എനിക്ക് നൽകിയ പ്രത്യാശയുമാണ്. That is you and the hope that is given by you, Lord. അവിടെയാണ് ഭക്തനായ പൗലോസിന്റെ വാക്കുകൾ പ്രസക്തിയുള്ളത്. That is where the significance of Paul's word come in. റോമാലേഖനം 8:24 ഇങ്ങനെ പറയുന്നു. In Romans chapter 8 verse 24 he says, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. No, but the hope that we see is not hope. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. The hope that is seen is not hope. 2 കൊരിന്ത്യർ 4:18 ഇങ്ങനെ പറയുന്നു. 2 Corinthians 4:18 says, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. we are not waiting for that is seen, but what is unseen. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. The things which are seen are temporary, but which are not seen are eternal. ദാവീദ് പറയുന്നു നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. David says our life is so temporary. പൗലോസ് പറയുന്നു കാണാത്തൊരു കാര്യം നിത്യമായുണ്ട്. Paul says there is something that we do not see which is eternal. ഇതെല്ലാം താൽക്കാലികമെങ്കിൽ If this is all temporary, ഞാൻ എന്തിനീ താൽക്കാലത്തിന് വേണ്ടി കാത്തിരിക്കണം? what should I wait? What am I waiting for this temporary thing? ഞാൻ ഈ താൽക്കാലികത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. David says I do not wait for this, എനിക്ക് കാത്തിരിക്കാൻ താല്പര്യം നിത്യമായുള്ളതിനാ. but I long to wait for something eternal. നാം നമ്മോട് എന്റെ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളെ നാം നമ്മോട് ചോദിച്ചേ, Let us ask ourselves, brothers, താൽക്കാലികമായി ഉള്ളതിനാണോ നിങ്ങൾ പ്രാധാന്യം അർപ്പിക്കുന്നത്? are you giving importance to the temporary things? നിങ്ങൾ ഇവിടുത്തെ സ്വത്തുക്കൾ സമ്പാദിക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ ജീവൻ നശിപ്പിക്കുന്നത്? Are we losing our life to gain something that is not lasting? 31 സംഘത്തിൽ വായിക്കുന്ന പോലെ വല്ലാതെ അധ്വാനി സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്ന അറിയാത്ത ഈ നിക്ഷേപത്തിന് വേണ്ടിയോ നിങ്ങൾ അനുഭവിക്കി തീർക്കുന്നത്? In Psalms 39 he says, you work too hard, but we do not even know who would enjoy what we make. Are we working hard for something that we cannot even enjoy? എന്നാ ദൈവത്തിന്റെ മക്കൾ കാത്തിരിക്കുന്നത്. But the children of God wait for. അത് പറയുമ്പോഴേ സന്ദേശം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. Only saying that I could conclude റോമാലേഖനം this message. 8:23 ഇങ്ങനെ പറയുന്നു. In Romans chapter 8 verse 23, We are eagerly waiting for our glorification. ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങളുടെ തേജസ്സിനായി കാത്തിരിക്കുന്നു. Oh, Paul says that we are waiting eagerly for our adoption to know the redemption of our body. രണ്ട് തരം കാത്തിരിപ്പിനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. I want to bring two different waitings. രണ്ട് തരം കാത്തിരിപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് Two കൊണ്ടുവരികയാണ്. different kinds of waitings of people. ഒന്നാമത്തെ ഒരു മനുഷ്യർ കാത്തിരിക്കുന്നത് The first group of people wait for, നാളെ രാവിലെ ഒരു കോർട്ട് റൂമിൽ ഒരു വിധിക്കായി കാത്തിരിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. I want to bring to a man waiting for a court order next day morning. താൻ ചെയ്തു വന്ന തെറ്റുകൾ എന്താണെന്ന് തനിക്കറിയാം. He knows what he has done in his life. നാളെ കോർട്ട് റൂമിൽ ജഡ്ജി വേർഡിക്റ്റ് പറയാൻ പോകുകയാണ്. And tomorrow morning is the verdict or the judgment. എന്താണ് വേർഡിക്റ്റ് വരുന്നതെന്ന് ഒരു ഐഡിയ തനിക്കുണ്ട്. He kind of know what he is going to receive. അത് മരണവിധിയാണ് എന്നിരിക്കട്ടെ. Say that it is a death sentence. ആ നാളത്തെ മരണവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പുകാരന് ആ കാത്തിരിപ്പ് സന്തോഷമുള്ളതാണോ? And is there a happy waiting for this man waiting for the death sentence verdict? മരണവിധിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്തോഷത്തിന്റെ കാത്തിരിപ്പാണോ? For someone waiting for the death sentence, is that a happy waiting? അവർക്ക് എന്താണ് സന്തോഷമുളവാകുന്നത് പ്രതീക്ഷിക്കാനുള്ളത്? What do they have their hope in? എന്നാൽ മറ്റൊരു കാത്തിരിപ്പുകാരെ മുമ്പിൽ കൊണ്ടുവരാം. But I want to bring another group of people who ഇത്രയും wait. നാൾ അധ്വാനിച്ചിട്ട് അതിന്റെ പ്രതിഫലം വാങ്ങിക്കാൻ കാത്തിരിക്കുന്ന വ്യക്തിക്ക് നാളെ റിവാർഡ് കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിനകത്ത് ഭയങ്കര സന്തോഷമാണ്. For someone who is waiting for the reward of his long toil in his life, for him who waits for the reward, it's such a happy waiting. അവൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. There is something that he എന്റെ says, ഈ കാത്തിരിപ്പ് കാലമൊന്ന് ചുരുക്കണമേ. Lord, shorten my waiting എന്നാൽ span. മരണവിധിക്ക് കാത്തിരിക്കുന്ന കൂട്ടർ പറയുന്നു, But those who wait for the death sentence എന്റെ say, ഈ കാത്തിരിപ്പ് കാലം ചുരുക്കല്ലോ, നീട്ടിക്കോണമേ. please extend or postpone the death sentence. എനിക്ക് കുറച്ച് നാൾ ഇവിടെ ജീവിക്കണം. I want to live for some more കാരണം time, നാളെ ഞാൻ മരിക്കാൻ പോകുകയാ. because I am about to die എന്നാൽ soon. നാളെ റിവാർഡ് വാങ്ങിക്കാൻ പോകുന്നവർ പറയുന്നു, But those who wait for the reward എന്റെ say, കാത്തിരിപ്പ് കാലം ചുരുക്കല്ലോ, വേഗത്തിൽ നടക്കണം. Lord, shorten the lifespan or the wait span of my എനിക്ക് reward. പെട്ടെന്ന് എന്റെ റിവാർഡ് വാങ്ങിക്കണം. I want to come and get my reward ഒരു soon. കൂട്ടർ മരണത്തിനായി കാത്തിരിക്കുന്നു, One group wait for death. ഒരു കൂട്ടർ നിത്യ ജീവനായി കാത്തിരിക്കുന്നു.
കാത്തിരിക്കുന്നു. Another group wait for life, eternal ഒരു കൂട്ടം life. നിത്യ ദണ്ഡനത്തിനായി കാത്തിരിക്കുന്നു. One group wait for eternal ഒരു കൂട്ടം punishment. ജീവന്റെ പ്രതിഫലം വാങ്ങിക്കാൻ കാത്തിരിക്കുന്നു. The other group wait for the eternal reward of life. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, Pay attention, my brothers. എങ്ങനെയാണ് മരണത്തിന്റെ വിളി നിനക്കുണ്ടാകുന്നത്? How do you get the call of this life? നീ Death? ഈ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിലാണെന്ന് അറിയുന്നത് എങ്ങനെയാ? How do you know in which group are you waiting? റോമാലേഖനം 3:23 ഇങ്ങനെ പറയുന്നു, Romans chapter 3 verse 23 says, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായി തീർന്നു. there is no difference, for all have sinned and come short of the glory of God. റോമാലേഖനം 5:17 ഇങ്ങനെ പറയുന്നു, Romans chapter 5 verse 17 says, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. it reads like this, for if by one man's offense death reigned by one, much more they which receive abundance of grace and of the gift of the righteousness shall reign in life by one, which is Jesus Christ. ഏദൻ പൂങ്കാവനത്തിൽ ഒരുവന്റെ പാപത്താൽ In the Garden of Eden, because of one man's sin, സകല മാനവരാശിയും പാപത്തിന് അടിമയായി. everyone became fall short of the glory and under the sin. റോമാലേഖനം 6:23 ആ പാപത്തിന്റെ ശമ്പളം പറയുന്നു. And in Romans 6:23 it says the reward of that sin. പാപത്തിന്റെ ശമ്പളമോ നിത്യമരണമത്രേ. The wages of sin is eternal death. എന്നാൽ നമുക്ക് ഈ പാപത്തിന്റെ ശമ്പളം മരണത്തിൽ നിന്ന് മാറാൻ ഒരു അവസരം നൽകിയിട്ടുണ്ട്. But God has given us an opportunity to move away from the reward of this sin. റോമാലേഖനം 3:24 ഇങ്ങനെ പറയുന്നു, In verse 24 it നീ reads, ഇങ്ങനെ പാപത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, God does not want you to continue in this sin. ദൈവത്തിന്റെ കൃപയാ Because of His grace, യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഈ മരണം നിനക്ക് നീക്കുവാൻ കഴിയും. through the redemption that is given free by the blood of Jesus Christ, you can be justified. രണ്ട് തരത്തിലുള്ള കാത്തിരിപ്പുകാരെ മുമ്പിൽ കൊണ്ടുവരികയാണ്. Let me bring those two waiting people in front of മരണത്തിലേക്ക് നടന്നു പോകുന്ന, മരണത്തിനായി കാത്തിരിക്കുന്നവർ, those who are walking toward or waiting for the സഹോദരാ, death. നിനക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. Brother, there is a way for you to turn away. ആ മാർഗം ബൈബിൾ പറയുന്നത് ഇതാണ്, Bible says this is the way. യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലം പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഒരു വഴിയുണ്ട്. Because of the faith in Jesus Christ, there is a way that can turn away from eternal death to eternal life. എന്നാ ഞങ്ങൾ കാത്തിരിക്കുന്നത്, But what we are waiting എന്റെ for, വിശ്വാസികൾ ചേർന്ന് പറയാട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നത് let the men of God say together, നാളെ ഞങ്ങൾ റിവാർഡ് പ്രാപിക്കാൻ oh, പോകുകയാണ്. we are waiting for our reward ഞങ്ങൾ tomorrow. ഞരങ്ങിക്കൊണ്ട് ഇതിനകത്ത് പാർക്കുന്നത്. We are mourning in this world. കർത്താവേ, ഞങ്ങളുടെ ഈ കാത്തിരിപ്പ് കാലം ഒന്ന് ചുരുക്കണമേ. We are praying that, Lord, do not let this go കർത്താവേ, long. ഞങ്ങളുടെ റിവാർഡാകുന്ന ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത അവകാശത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. We are waiting for, this eternal reward that we are about to receive. Yes, what am I waiting for? ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു? What am I waiting for, Lord? റോമാലേഖനം 8:24-25 ഇങ്ങനെ പറയുന്നു, Romans chapter 8 verse 24 and 25 ഈ says, പ്രത്യാശയല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. for we are saved by this hope. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. Hope that is seen is not hope. നാം എന്തിന് കാണാത്തതിനായി കാത്തിരിക്കുന്നു? If we hope for what we do not see, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം. we wait with patience for which is not seen. ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണ് സഹോദരങ്ങളെ. Everything that we see in this world is temporary, brothers. ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണ്. Everything that is seen today is temporal. കാണാത്ത ഒന്നുണ്ടെങ്കിൽ അതാണ് നിത്യമെന്നായുള്ളത്. But if there is something that we cannot see today, that is eternal. എബ്രായലേഖനം 6:11-12 വാക്യം വായിക്കുമ്പോൾ, Hebrews chapter 6 verse 11 and 12. ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് വെളിപ്പെടുത്തുകയാണ്. We have to show the same diligence to the full assurance of hope until the end. സഹോദരങ്ങളെ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾ തളർന്നു പോകരുത്. Do not we grow weak in this pandemic നമുക്ക് ഈ situation. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചെടുക്കണം. Oh, we have to receive the full hope until the end. എന്നാണ് എന്റെ മരണം, എന്നാണ് അവന്റെ വരവെന്ന് നമുക്കറിയത്തില്ല. We do not know when will we die or when would Jesus അവസാനം വരെ return. ക്ഷമയോടെ, വിശ്വാസത്തോടെ, ഉത്സാഹത്തോടെ കാത്തിരിപ്പാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. But until the end, I want to
encourage you to wait with the same diligence that we have today. ലേഖനം 6:19 ഇങ്ങനെ വായിക്കുന്നു. Hebrews 6:19 we ഈ read. പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരം തന്നെ. Oh, this hope we have is an anchor of our soul. എന്താണ് ഈ നങ്കൂരം കാണിക്കുന്നത്? What does this anchor show? ഒരു കപ്പലിനകത്തൊരു നങ്കൂരമുണ്ട്. There is an anchor in a ship. ആ കപ്പൽ യാത്ര തുടർന്ന് ഇങ്ങനെ പോകുമ്പോ As the ship goes forward, പ്രതികൂല സാഹചര്യങ്ങൾ വന്നടിക്കും. when there is unfavorable കാലാവസ്ഥകൾ circumstances, അവരോട് പറയും ഇന്ന് കാറ്റാണ്, മഴയാണ്, തിരമാല ഉണ്ടാകാൻ സാധ്യതയുണ്ട്. when there is big storm and waves, പ്രതികൂലത്തിന്റെ സാഹചര്യം കാണുമ്പോൾ when they see unfavorable weather, അവർ ആ കപ്പൽ ഒരു തീരത്തെ കൊണ്ടടിപ്പിക്കും. they will try to move the ship to a shore. അവരുടെ കയ്യിലുണ്ടാകുന്ന ആ നങ്കൂരം അവർ വലിച്ചെറിഞ്ഞവര് ആ കപ്പൽ ഉറപ്പിച്ചു നിർത്തും. They would throw this anchor into the water in order to make the ship firm. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, In this pandemic ഈ situation, പ്രശ്നത്തിന് നടുവിൽ, within our ഈ problem, കൊടുങ്കാറ്റ് നടുവിൽ, in this ഈ storm, രോഗത്തിന്റെ നടുവിൽ, in this ഈ disease, തിരമാലയുടെ നടുവിൽ in this പതറി waves, പോകാതെ ആൽബനി സഭയെ, സ്പ്രിംഗ്ഫീൽഡ് സഭയെ നമ്മെ ഒഴുകി പോകാൻ നിർത്തുന്നത് ഈ പ്രത്യാശയോ. Amen, hallelujah. The church in Albany and Sudaramana, Springfield, Shamana, let this Dhudadana. hope, help us stand firm in this difficult situation. ഈ പ്രതികൂലത്തെ വകവയ്ക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. Let us go forward, not paying attention to the problem that we are ഒരു facing. യന്ത്രം മുൻപോട്ട് കുതിക്കാൻ ആ യന്ത്രത്തിനകത്തെ ശക്തിയാണ് അതിനെ മുൻപോട്ട് നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അകത്തളങ്ങളുള്ള ഈ വലിയ ഭാഗ്യകര പ്രത്യാശ In the same way, let the power that we have within us help us move forward in this difficult ഈ situation. പാൻഡമിക് സിറ്റുവേഷൻ ദാവീദിനെ പോലെ ഒരു മൂലയ്ക്ക് കയറിയിരിക്കാം. Let us sit in an isolated area like David did in a pandemic situation. ദൈവവചനം തുറന്നു വെക്കാം. Let us open our word. ആത്മാവിൽ ധ്യാനിക്കാം. Let us meditate in spirit. ഹൃദയം പരിശുദ്ധാത്മാവിനെ കത്തട്ടെ. Let our hearts be filled with God's spirit. കത്തിക്കഴിയുമ്പോൾ After we feel hot within us, നമ്മൾ ആരാണെന്നൊരു തിരിച്ചറിവുണ്ടാകട്ടെ. let us realize who we are. നമ്മൾ വെറും ക്ഷണികമാണെന്ന് മനസ്സിലാക്കട്ടെ. Let us realize our life is so അത് short. കൊട്ടാരമാണെങ്കിലും കൊടിലാണെങ്കിലും അതിന്റെ ഉള്ളിൽ മരണം വരുമെന്ന് നാം തിരിച്ചറിയട്ടെ. Even if it is a palace or a hut, the death will come to us. ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നൊരു വലിയ അറിവ് നമുക്ക് സമ്പാദിക്കാം. Let us realize that everything that we see today will come to an end. താൽക്കാലികമായി മണ്ണാങ്കട്ടയ്ക്കായി ചിന്തിച്ചും ജീവിച്ചും ആരനുഭവിക്കും എന്നറിയാത്ത സ്വത്തിന് സ്വരൂപിച്ചും നമ്മുടെ ജീവിതം തകർക്കാതെ കാണാത്തതും തിരശ്ശീലയ്ക്ക് അപ്പുറത്തുമുള്ളതുമായ ആ വലിയ പ്രത്യാശയ്ക്കായി ജീവിപ്പാൻ ഞാൻ നിങ്ങളെ ഇന്ന് പകൽ പ്രബോധിപ്പിക്കുന്നു. I want to encourage you today, to wait and hope for what is unseen and eternal rather than wasting our days in vain for something that is temporary and that is about to perish. ദാവീദ് ഉയർത്തിയ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വെക്കുന്നു. Let me bring that question that David What brought. am I waiting for? What am I waiting for? ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽ ഹൃദയത്തിൽ ചോദിക്കത്, Let us ask that question within ഞാൻ us. എന്തിനാ കാത്തിരിക്കുന്നേ? Lord, what am I waiting for? ഞാൻ നിത്യജീവനായി കാത്തിരിക്കുന്നു. We are waiting for eternal life. നിത്യ അവകാശത്തിനായി കാത്തിരിക്കുന്നു. We are waiting for eternal hope. നിത്യഭവനത്തിനായി കാത്തിരിക്കുന്നു. Waiting for eternal house. ഫിലിപ്പി ലേഖനം 3:20 ഇങ്ങനെ പറയുന്നു, Philippians chapter 3 verse 20. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. Our citizenship is in heaven. അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. Oh, we are waiting and looking for the Savior who would come from there. എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നേ? What are we waiting for? ഭൗതിക വിഷയത്തിലല്ല കാത്തിരിക്കുന്നേ. Not for some material needs. ബിസിനസ് സ്ഥാപനം തുറക്കുമോ ഇല്ലയോ എനിക്ക് വിഷയമല്ല. I don't know whether our businesses would നമ്മുടെ reopen or ശരീരം not. ജീർണിച്ചു പോകുമോ ഇല്ലയോ നമ്മുടെ വിഷയമല്ല അത്. I do not know if my body would get destroyed നമ്മുടെ or not. പൗരത്വമോ സ്വർഗ്ഗത്തിലോ. But our citizenship is in അവിടെ നിന്ന് heaven. കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുകയാണ്. We are waiting for our Savior to come from that eternal. തീത്തോസിലെ 2:12 ഇങ്ങനെ പറയുന്നു, Titus chapter 2 verse 12 we read. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും We are waiting for the living hope. മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തിരിക്കുന്നു. And we are waiting for the glorious appearance of our Jesus ഈ Christ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരുന്ന ഒത്തിരി ഭക്തന്മാരുണ്ടായിരുന്നു. There are so many saints of God who waited patiently for this appearance. അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ആ ഭാഗ്യ പ്രത്യാശയ്ക്കായി കാത്തിരുന്നു. Abraham waited for the country that's foundations
were laid by God himself. അബ്രഹാം തന്റെ കുഞ്ഞുങ്ങളുമായി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആ ഭാഗ്യ പ്രത്യാശയ്ക്ക് കാത്തിരുന്നു. Abraham lived in tents waiting for this big city to come. മോശ ആ ഭാഗ്യ പ്രത്യാശയ്ക്കായി നോക്കി പാർത്തുകൊണ്ടിരുന്നു. Moses waited for that living hope. ദാവീദ് പറയുന്നു, ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു, നിന്നിലും നീ തന്ന പ്രത്യാശയിലും കാത്തിരിക്കുന്നു. David said, my hope is in you, Lord. ഈ ഭാഗ്യ പ്രത്യാശയുടെ അവസാനം പ്രാപിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത ഭക്തന്മാരാ നമ്മുടെ പിതാക്കന്മാർ. Our forefathers laid their life in order to receive this glorious life. ഈ ഭാഗ്യപര പ്രത്യാശ പൂർണ്ണനിശ്ചയം പ്രാപിപ്പ അനേക ഭക്തന്മാർ താൽക്കാലികമായി ജീവനെ അവർ കൊടുത്തു. And they gave up what is temporary in order to gain what is eternal. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, Paul once said, വല്ലവിധേനയും പുനരുത്ഥാനം പ്രാപിക്കണം, വല്ലവിധേനയും ഈ ഭാഗ്യ പ്രത്യാശ എനിക്ക് പ്രാപിക്കണം. I want to somehow achieve this eternal ആ life. ഭാഗ്യ പ്രത്യാശയ്ക്കായി ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ചപ്പും ചവർമെന്ന് ഞാൻ എണ്ണുന്നു. And for this glorious hope I count everything as loss and rubbish. കേരളക്കരയിൽ ജീവിച്ചിരുന്ന അന്നമ്മമാമൻ എന്ന് പറയുന്ന ഭക്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. There was a lady named Annamamaman who lived in Kerala in India. ആ സഹോദരിക്ക് പട്ടിണിയും പ്രതികൂലവും രോഗവും മാത്രമുള്ള സിറ്റുവേഷനിൽ കർത്താവിനെ വേല ചെയ്തു. And this sister worked hard when she was going through much poverty. ആ ഭക്തിയായ സ്ത്രീ ഒരു ദിവസം സുശപ്രവർത്തനം നിൽക്കുമ്പോൾ തനിക്ക് തന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. And she received a letter from her mother's house when she was in the ministry. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഈ മാതാവ് മോള് പട്ടിണിയാന്നറിഞ്ഞപ്പോൾ തിരിച്ചു വിളിക്കാൻ വന്ന് എഴുതിയ എഴുത്താണത്. And this is the mother's letter to this daughter when the mother realized that her daughter is going through poverty, asking her to come back home. അന്നമ്മമാമൻ എന്ന മാതാവ് ഇങ്ങനെ ചിന്തിച്ചു, But this daughter named Annamamaman thought like this. വീട്ടിൽ പോയ ഫുഡ് കിട്ടും, വീട്ടിൽ പോയ നല്ല സൗകര്യത്തിൽ ജീവിക്കാം. If I go back to my house, I will get good food and I would get everything I need. പക്ഷേ ഈ ഭൂമി കർത്താവിന്റെ വേല കട്ടതയോടെ ചെയ്താൽ പട്ടിണി കിടന്നാൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു? But if I work hard for the kingdom of God, even though I am in poverty, what would I get? ഞാൻ എന്തിനായിട്ടാ കാത്തിരിക്കുന്നേ? Lord, what am I waiting for? വീട്ടിൽ പോകണോ അതോ സുവിശേഷപ്രവർത്തനം നിൽക്കണമോ? Should I go back to my house to have good food, or should I അന്ന് work in the രാത്രി ഈ ministry? മാതാവ് എഴുതിയൊരു പദമുണ്ട്. That night this Annamamaman wrote a line. ലോകം ത്യജിച്ച വിശുദ്ധന്മാർ അവിടെ നിൽക്കുന്നു. She saw the saints of God who refused this word. ക്ഷണികമായ ലോകത്തെ ത്യജിച്ചതായ വിശുദ്ധന്മാർ സിദ്ധന്മാർ അവിടെയുണ്ട്. Oh, she was able to have the revelation of the men of God who refused this world. ഈ പ്രത്യാശയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ച വിശുദ്ധന്മാർ രക്തസാക്ഷികളായ എന്റെ സ്നേഹിതന്മാർ അവിടെയുണ്ട്. And she saw the martyrs of Christ who are waiting for her in eternal glory. അവരെന്നെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന രംഗം ആത്മാവിൽ കാണുകയാണ്. Oh, she had the revelation of those martyrs waiting to receive her in heaven. ആ മകൾ സദസ്സ് തന്റെ ആത്മാവിൽ കണ്ടുകൊണ്ട് കാണുകയാണ്. She saw the great audience waiting for her in eternity. താൻ നോക്കിയപ്പോൾ ഈ താൽക്കാലിക ജീവിതം വേണ്ടെന്ന് വെച്ച് ആ മകൾ സ്നേഹത്തിന് വേണ്ടി നിന്നതായ പൗലോസിനെ കണ്ടു. She saw Paul who waited for the glory of God, refusing the pleasures of this world. ഓസ്റ്റിൻ പാതയിൽ രക്തസാക്ഷിയായി തല തെറിച്ചു വീണ പൗലോസിന്റെ മുഖം അവിടെ കാണാൻ തുടങ്ങി. And she had the revelation of Paul, who gave up his life for the sake of God's kingdom. തല കീഴായി ക്രൂശിച്ച പീറ്ററിനെ അവിടെ കണ്ടു. She saw Peter, who was crucified. ഇന്ത്യയിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം തീർത്ത ഗ്രഹാം സ്റ്റെയിനെ അവിടെ കാണുന്നു. And she could see Graham Staines. ഫിലിപ്പിനെ തിമോത്തിയെ നമുക്ക് കാണാം അവിടെ. And we could have the revelation of Philip and ഡേവിഡ് Timothy. ലിവിങ്സ്റ്റനെ അവിടെ കാണാം നമുക്ക്. David Livingston. റിച്ചാർഡ് ഉംബ്രാനിനെ ഭാര്യ നമുക്ക് കാണാം അവിടെ. Richard Wurmbrand and his wife. വില്യം കേരി നമുക്ക് കാണാം. William Carey. ജിം എലിയറ്റ് നമുക്ക് കാണാം. Jim Elliot. ജോൺ ചോയെ വരെ അവിടെ കാണാൻ കഴിയും. John Chow. ആ മകൾ സദസ്സിനെ ആത്മാവിൽ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, And seeing those revelation of men of God who refused their life. എന്നെ സ്വാഗതം ചെയ്യാൻ ഒരു സദസ്സ് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. Oh, there is a great crowd waiting to welcome me there. ഈ ലോകത്തെ ക്ഷണികമായി എല്ലാத்தைയും ഞാൻ ത്യജിക്കുന്നു. I also refuse the world and its pleasures. ലോകത്തിലെ സന്തോഷങ്ങളെ ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. I want to count this world as a ഭാഗ്യകരമായ loss. പ്രത്യാശയ്ക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുന്നു. For a blessed hope I give my life. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ എന്തിനായി കാത്തിരിക്കുക? Dear child of God, what are you waiting ഈ for? ക്ഷണികമായ സ്ഥാനങ്ങൾക്ക് വേണ്ടി നീ കടിപിടി ഉണ്ടാക്കുന്നോ? Are we fighting for the temporary positions in this world? കൊറോണ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പണം മുടക്കിയത് മുഴുവൻ ക്ഷണികമായ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആത്മാവിൽ ഞാൻ വിവേചിച്ച് Hallelujah. ലോകമെമ്പാടുമുള്ള ദൈവസഭയോട് വിളിച്ചു പറയുന്നു, കൊറോണയ്ക്ക് ശേഷം താൽക്കാലികമായതിനെ വിട്ടിട്ട് ആ സിദ്ധന്മാരോട് കൂടെ ചേരുവാൻ നമ്മുടെ അകത്തൊരു പ്രത്യാശ ഈ പകൽ വർദ്ധിക്കുമാറാകട്ടെ.
hallelujah, ചൂടാരാമാന hallelujah. സാന്തോരിയാന്തന. Amen, amen, എൻ്റെ ഈ വചനങ്ങൾക്ക് ഞാൻ അവസാന കുത്തിടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ചിട്ട് ദൈവം വാകെ ഒന്ന് താണിരുന്നിട്ട് ഇങ്ങനെ പറ, കർത്താവേ, ഞാൻ ആത്മാവിൽ ധ്യാനിക്കുകയാണ്. എൻ്റെ ധ്യാനത്തിങ്ങൾ തികത്തുമ്പോൾ എനിക്കൊന്ന് മനസ്സിലാകണം, ഞാൻ ക്ഷണികനാണ്. ഇന്നിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുൽപ്പിറ്റിൽ മറിഞ്ഞു വീഴുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അത്രയ്ക്ക് ക്ഷണികരാണ്. നമ്മൾ എടുക്കുന്ന ആയുസ് പുറകോട്ട് വിടാൻ കഴിയത്തില്ല. മുൻപ് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. സഹോദരങ്ങളെ, നമ്മൾ അത്ര ക്ഷണികരാണ്. നമ്മുടെ ജീവിതത്തെ നാലായി തിരിക്കുക. ഹാലലുയ ബാല്യം, ഹാലലുയ കൗമാരം, യൗവനം, വാർദ്ധക്യം. വാർദ്ധക്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് പറയാം, ഒത്തിരി നാളുകൾ നമുക്ക് ആയുസിന് മുമ്പിലില്ല. ഈ ക്ഷണികമായുള്ളതിനെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിത്യമായ ആ സ്വർഗീയ ഭാഗ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ എത്ര പേർക്ക് രാവിലെ കഴിയും? ഞാൻ ആത്മാവിൽ സൂക്ഷിക്കുന്നു. രണ്ട് തരം കാത്തിരിപ്പുകാരെ ഞങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നു. ഒന്ന് മരണത്തിലേക്ക് കാത്തിരിക്കുന്നവർ. അവർക്ക് വലിയ ഭയമാ. നാളത്തെ പ്രതീക്ഷകൾ അവർക്ക് ഭയപ്പെടുത്തുന്നതാ. നാളത്തെ പ്രതീക്ഷകൾ അവർക്ക് സന്തോഷം തരുന്നതല്ല. മരണത്തിലേക്കുള്ള യാത്ര എന്നതിനെ സന്തോഷമുള്ള ഈ പ്രത്യാശയുടെ യാത്രയിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ. അതിനുവേണ്ടി പാപത്തിന് ശമ്പളമാകും നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പോകുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. ഇന്നോ നാളുകളിലോ ഈ സന്ദേശം നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ മരണത്തിലേക്കാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തുവിനെ റിസീവ് ചെയ്ത് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നടക്കുക. മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നടക്കുക. ദാവീദ് ധ്യാനിച്ച് അവസാനം പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത്ര ക്ഷണികനാണെങ്കിൽ, എൻ്റെ ഇസ്രായേലിന്റെ കിങ്ഡം ക്ഷണികമാണെങ്കിൽ, എൻ്റെ പവിഴ നിറമുള്ള ശരീരം, സൗന്ദര്യം ക്ഷണികമാണെങ്കിൽ, എൻ്റെ മകന്റെ വിദ്യാഭ്യാസം ക്ഷണികമാണെങ്കിൽ, ആ ബുദ്ധി ക്ഷണികമാണെങ്കിൽ, സ്വത്ത് ക്ഷണികമാണെങ്കിൽ, ഞാൻ പിന്നെ എന്തിനാ ഇതിന് കാത്തിരിക്കുന്നത്? ഞാൻ മറ്റൊന്നിനായി കാത്തിരിക്കുന്നു. അതാണ് ഭാഗ്യകരമായ പ്രത്യാശ. നോക്കിക്കേ, അന്നമാമൻ പറഞ്ഞ പല പദങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ലോകം ത്യജിച്ചതായ സിദ്ധന്മാർ, ലോകത്തെ വേണ്ട എന്ന് വെച്ച സിദ്ധന്മാർ, ലോകസുഖം വേണ്ട എന്ന് പറഞ്ഞ സിദ്ധന്മാർ, ലോകത്തിന്റെ ക്ഷണികമായ കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഭക്തന്മാർ നിൽക്കുന്ന ഒരു സാക്ഷിയുടെ സമൂഹം ആത്മാവിൽ കാണാൻ പ്രിയ പൈതലിനൊക്കെ കഴിയുമെങ്കിൽ, നിർമ്മലമായ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ദൂതന്മാരുള്ള സദസ്സിൽ രക്തസാക്ഷികളാം എന്റെ പിതാക്കന്മാരുടെ സ്നേഹിതന്മാരായ രക്തസാക്ഷികളുള്ള സദസ്സിൽ അവർ നമ്മെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന രംഗം ഒന്ന് കണ്ടേ. ആ ഭാഗ്യ പ്രത്യാശയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, എനിക്ക് ക്ഷണികമായി ഒന്നും വേണ്ട അന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിനെ നോക്കി ഒന്ന് യാത്ര ചെയ്യാൻ എത്ര പേര് പകൽ തീരുമാനമെടുക്കും? ചേർന്ന് ഞങ്ങളുടെ ഈ വരികളൊന്ന് പാടാമോ? ഹല്ലേലൂയ. ലോകം ത്യജിച്ചതാ സിദ്ധന്മാരും നിർമ്മല ജ്യോതി സാംദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടു രക്ഷകനായി, അന്ത്യശ്വാസം വരെ ജീവൻ വച്ചിടും, ജീവൻ വച്ചിടു രക്ഷകനായി, അന്ത്യശ്വാസം വരെയും വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവേ കണ്ടിടും ഞാൻ. കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും
സാധുക്കൾ മക്കൾക്ക് ഈ ഭാഗ്യം ലഭ്യം. യാത്ര ചെയ്യും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും, അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനർത്തന ശക്തിയെയും അവന്റെ കഷ്ടാനുകളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവടിയിൽ നിന്നുള്ള പുനർത്താനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. പ്രിയ പൈതലേ, കഴിഞ്ഞ 40 മിനിറ്റുകൾ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് പഴയ നിയമഭക്തനാകുന്ന ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം അവന്റെ അകത്തുള്ള ഒരു വാഗവൻ കാരണം ദൈവന് കൊടുത്ത വെളിപ്പാടാണ്. എന്താ വെളിപ്പാട്? നമ്മൾ എത്ര ക്ഷണികരാണ്. നമ്മുടെ ക്ഷണികതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ ഇനി ഈ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എന്റെ ഈ ഭൗതിക വിഷയത്തിനല്ല എനിക്ക് പ്രാധാന്യം, എന്റെ ഭാഗ്യപര പ്രത്യാശയ്ക്ക്. അതുകൊണ്ട് ലാഭമായി എന്തെങ്കിലും നിനക്കുണ്ടോ? ഛേദമെന്ന് കർത്താവിന് വേണ്ടി, ചപ്പന്നും ചവർന്നും വേണ്ടിയിട്ട് ആ ഭാഗ്യകര പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മെ ഒരു നിമിഷം സമർപ്പിക്കാമോ? ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ, അംഗം പ്രത്യംഗമായി ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിന്റെ പുകഴ്ചയായി. ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ, അംഗം പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമാ, മഹത്വനാമത്തെ കീർത്തിപ്പാനാ, ശക്തീകരിക്കാൻ നിൻ ആത്മാവിനാ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി അന്ത്യശ്വാസം അങ്ങയുടെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ചുകൊണ്ട് ദൈവസ്ഥലിൽ ഈ പകൽ സമർപ്പിക്കാം. കർത്താവെ, ക്ഷണികമായ ഞങ്ങളുടെ ലോകത്തെ ഈ ജീവിതത്തിൽ താൽക്കാലികമായി ഒന്നിനും വേണ്ടി പുറകെ ഓടാതെ ഞങ്ങൾ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി മാണിക്ക് നഷ്ടപ്പെടുത്തി കളയാതെ ആ പ്രത്യാശയ്ക്ക് വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞാൻ ഈ പകൽ സമയം
കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ഞങ്ങൾ സഭയായി കുടുംബങ്ങളായി ഒന്നിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. താൽക്കാലികമായ ക്ഷണികമായ ഒരു നിഴല് പോലുള്ള ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കാതെ ഭാഗ്യപ്രത്യാശയ്ക്കായി നോക്കി കാത്തുകൊണ്ട് അതിനെ സ്നേഹിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ആ മകൾ സമ്മേളനം ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. ഞങ്ങൾക്ക് മുമ്പേ പോയ വിശുദ്ധന്മാർ, ജീവൻ വെടിഞ്ഞ വിശുദ്ധന്മാർ, രക്തസാക്ഷികളായ ഞങ്ങളുടെ സ്നേഹിതന്മാർ ആ മകൾ സമ്മേളനത്തിലുണ്ട്. അവിടെ ഞങ്ങൾ ഒന്നിച്ചു പോകുമെന്ന പ്രത്യാശ ഞങ്ങളുടെ അകത്ത് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ പ്രത്യാശ നിറയ്ക്കണമേ, സന്തോഷം നൽകണമേ. പ്രതികൂല സാഹചര്യങ്ങളെ ആത്മാവിൽ ജയിച്ചു കയറുവാൻ ഈ പ്രത്യാശ ആത്മാവിന് നങ്കൂരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽ കർത്താവെ, ഈ രാജ്യം മദേഴ്സ് ഡേ ആയി അവരാഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മാതാക്കളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാവ്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ ഇവരെ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം. വിശേഷാൽ ഈ ആരാധനാലയത്തിൽ കടന്നു വന്ന് ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ തൽക്കാലം പിരിയുന്നു, ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേ. ദൈവം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അകത്ത് നിത്യമായ പ്രത്യാശ നൽകിയതിനാ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കാവലും പരിപാലനങ്ങളും ആശീർവാദങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും, വിശേഷാൽ ഭൂമിയുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടാൻ ദൈവത്തിന് കരമുയർത്തി 3 ഹല്ലേലൂയ പറയാം സന്തോഷത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ഗോഡ് ബ്ലസ് യു ആൾ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.